നമസ്കാരം. യോഗനാഥം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. കർണാടകയിലെ കോറി പണമിടപാട് കേസുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA ED ഇന്നും ചോദ്യം ചെയ്യുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നാം തവണയാണ് PV അൻവർ MLA ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിനായി PV അൻവർ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ അക്രമവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ റവന്യൂ റിക്കവറി നടത്താൻ ഉത്തരവിറങ്ങി. ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് ഉത്തരവിറക്കിയത്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് പേര് വിവരങ്ങൾ ലഭിച്ചാലുടൻ ജപ്തി നടത്തുമെന്നാണ് ഉത്തരവ് വ്യക്തമാക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി ജപ്തി നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർമാരോട് ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുണ്ടകളുമായും മണ്ണ് മാഫിയയുമായും ബന്ധമുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്ന് മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ കൂട്ട നടപടി. സ്റ്റേഷനിലെ സ്വീപ്പർ ഒഴികെയുള്ള മുഴുവൻ പേരെയും സ്ഥലം മാറ്റി. ഇന്നലെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് 25 ഉദ്യോഗസ്ഥരെ റൂറൽ പോലീസ് സൂപ്രണ്ട് D. ശിൽപ സ്ഥലം മാറ്റിയത്. പോലീസിന് നേരെ ബോംബെറിഞ്ഞ പായിച്ചിറ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഷെഫീഖ് എന്നയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ആഭ്യന്തരമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹോദരന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലായിരുന്നു. ഉടമസ്ഥൻ എത്തിയപ്പോൾ ഒളിവിൽ കഴിയുന്നവരെ കാണുകയും ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീട്ടുടമസ്ഥനെ കിണറ്റിലേക്ക് തള്ളുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് മംഗലപുരം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ആരംഭിച്ചത്. പാലക്കാട് ധോണിയിലെ PT-7 കാട്ടാനയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കി. ദൗത്യസംഘം കൊമ്പനെ ഇന്ന് കൂടി നിരീക്ഷിക്കുമെന്ന് ഡോക്ടർ അരുൺ സഖറിയ അറിയിച്ചു. 2 ദിവസത്തിനകം ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയുമെന്ന് ദൗത്യസംഘം അറിയിച്ചു. പാവറട്ടി സ്വദേശിനി ആശയുടെ മൃതദേഹം മക്കളെ കാണിക്കും. MLA മുരളി പെരുന്നെല്ലി വിഷയത്തിൽ ഇടപെട്ടു. ജില്ലാ കളക്ടറുമായും പോലീസുമായും അദ്ദേഹം സംസാരിച്ചു. ഇതേ തുടർന്ന് ആശയുടെ ഭർത്താവ് സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ വീട്ടിലായിരുന്ന 2 ആൺമക്കളെയും ഉടൻ പാവറട്ടിയിലെത്തിച്ച് അമ്മയുടെ അന്ത്യകർമ്മങ്ങളിൽ ഭാഗമാക്കും. ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ ഉൾപ്പെട്ട ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ശരൺ സിംഗിനുമേൽ രാജ്യസമ്മർദ്ദം ഏറുന്നു. രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന ഗുസ്തി താരങ്ങളുമായി കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ വീണ്ടും ചർച്ച നടത്തും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ത്രിപുരയിൽ നാളെ CPM കോൺഗ്രസ് സംയുക്ത റാലി. ജനാധിപത്യം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് റാലി. പാർട്ടി പതാകയ്ക്ക് പകരം ദേശീയ പതാക ഉപയോഗിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ നടന്ന സംഘർഷത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയിൽ വിശദീകരണവുമായി BBC. വിവാദ വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് തേടിയിരുന്നുവെന്നും സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് പറയാൻ തയ്യാറായിരുന്നില്ല എന്നും BBC. BJP നേതാക്കളുടെ അഭിപ്രായം ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയെന്നും വിശദമായ ഗവേഷണങ്ങൾക്കൊടുവിലാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയതെന്നുമാണ് BBCയുടെ വിശദീകരണം. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.